എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ചന്ദ്ര രതീഷാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അഭിനിധി ഹോസ്പിറ്റൽ കണിക്കാടാണ്. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചേഞ്ച് വന്ന ഒരു മിറാക്കിളായ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. എക്സാക്ട്ലി ഒരു വർഷം കഴിഞ്ഞു. എനിക്കൊരു മുട്ട് വേദനയായിട്ട്, ഒരു മുട്ടിൽ നീര് വന്നിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാതെ ഞാൻ കിടപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ കിംസിലെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഓർത്തോ ഡോക്ടറാണ്. അവരെല്ലാവരും എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പെയിൻ കുറഞ്ഞില്ല. ഫൈനലി എനിക്ക് ഒരു സർജറി അഡ്വൈസ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ജ്യൂസ്, ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തന്നു. ആ പ്രോഡക്റ്റാണ് ഹൈപ്പൾസ്. ഈ പ്രോഡക്റ്റ് എനിക്ക് ചേച്ചി ഇതൊന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവർ ഇൻസ്ട്രക്ട് ചെയ്തതുപോലെ ഒരു 30 ml രാവിലെ, 30 ml നൈറ്റിൽ, ജസ്റ്റ് ബിഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിക്കാനാണ് പറഞ്ഞത്. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. അലോങ് വിത്ത് മൈ പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിച്ചു. എക്സാക്ട്ലി ഒരു 4-5 days ആയപ്പോൾ എനിക്ക് പെയിൻ കുറഞ്ഞു. പക്ഷേ പെയിൻ വാസ് സോ സിവിയർ. എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഈവൻ ടോയ്ലറ്റിൽ പോയിരുന്നാൽ എണീക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ മറിഞ്ഞ് വീഴാണ്. അത്ര പെയിനാണ് എൻ്റെ റൈറ്റ് നീ ജോയിൻറ്റിൽ. അത്ര ഞാൻ കരയാണ്. ഞാൻ അത്ര പെയിൻ സഹിക്കുന്നു. പക്ഷെ ഭയങ്കര ഇത്രയും പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻസ് ഇട്ടിട്ട് എനിക്ക് കുറവില്ല. കാരണം ഫാമിലി ദിവസം നമുക്ക് ഒരു സർജറി ചെയ്യണം, ലിഗമെന്റ് സ്ട്രെയിൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പെയിൻ കുറച്ച് കുറഞ്ഞു. അത് പിന്നെ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞപ്പം ആ കാലിലിരിക്കുന്ന ആ നീര് നമ്മളെ കുറഞ്ഞു. നീര് കുറഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ കാലിൽ നിന്ന് നടക്കാൻ പറ്റും. അപ്പം എനിക്കത് ഞാൻ ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഇത്രയും പെയിൻഫുള്ളായിട്ട് എന്താണ് വാട്ട്സ് എ മിറാക്കിൾ ആയിട്ടൊന്നും, പക്ഷെ എനിക്ക് പെയിൻ നന്നായിട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്